ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ചക്കയാണ് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ചക്ക കിട്ടുന്ന സമയമാണ്. കുറേ പേർക്കൊക്കെ ചക്ക കിട്ടി കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങളുടെ പ്ലാവുമ്പോൾ നമുക്ക് ഇപ്പോഴാണ് കേട്ടോ ചക്ക കിട്ടിയത്. കുറേ നാളായിട്ട് എനിക്ക് ചക്ക തിന്നാൻ കൊതിയായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ കൊതിച്ച് ഇരുന്ന് ഇഷ്ടംപോലെ ചക്കയായി. അതിൽ കുറച്ചൊക്കെ പഴുത്ത് പോയിട്ടുണ്ട്. ഈ ചക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇവിടെ പഴഞ്ചക്ക എന്നൊക്കെ പറയും. അങ്ങനെ നമ്മൾ വെട്ടൊന്നും വേണ്ട, അല്ലാണ്ട് നമുക്കിങ്ങനെ പൊളിച്ചെടുക്കാനായിട്ട് പറ്റും. അങ്ങനത്തെ ചക്ക ഉണ്ടല്ലോ, അങ്ങനത്തെ ചക്കയാണിത്. അപ്പോൾ കുറച്ച് പച്ചയുണ്ട്, 2-3 പച്ച ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അതൊന്ന് വറക്കാനായിട്ട് എടുക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മുടെ അവിടെ നിന്ന് പ്ലാവ് ചക്ക ആയ സമയത്ത് തന്നെ പ്ലാവ് മൊത്തത്തിൽ ഒരാൾ വാങ്ങിച്ചോണ്ട് പോയായിരുന്നു. അവർക്കത് ചക്ക എടുത്തിട്ട് വറക്കാനായിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് വറക്കാൻ പറ്റുന്ന ചക്കയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചെടുത്ത് വറുത്ത് നോക്കിയാലോ എന്ന്. അപ്പോൾ നമുക്ക് വറക്കേണ്ടി കണ്ടാലോ. ശരി, പെരുമാറുണ്ടായിക്കോട്ടെ. ഇതാണ്ടോ നമ്മുടെ ചക്ക. ഇത് നമ്മൾ ചക്ക വറക്കാൻ പോണേ. തേങ്ങ വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ടാണ് വന്നേക്കണേ. അപ്പം നമ്മളെല്ലാം നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം എടുത്തിട്ടില്ല, കുറച്ചേ എടുത്തുള്ളൂ നമ്മൾ. കാരണം ഇത് ചെറുതായിട്ടൊരു പൊടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വറുത്ത് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊരു സംശയമുണ്ട്. എന്തായാലും ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വറുക്കാൻ പോകുന്നത്. അപ്പം കുറച്ചെടുത്തുള്ളൂ. ഞാൻ കുറച്ചിങ്ങനെ നന്നാക്കി തുടങ്ങിയിട്ടാണ്. ഈ ഓരോ വലുപ്പത്തിന് ഓരോ കനത്തിന് ഞാൻ ഇത് അരിഞ്ഞു തുടങ്ങി. ഇത് അരിഞ്ഞിട്ട് വേണം നമുക്കിനി ഇത് വറുക്കാനായിട്ട് കേട്ടോ. ഇത് വേഗം തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ ഇടയിൽ നല്ലൊരു മഴ പെയ്തു കേട്ടോ. നമ്മൾ ചക്ക പറിച്ചെടുക്കുന്ന സമയത്ത് നല്ല മഴ പെയ്തു. പെട്ടെന്നൊരു മഴ, ഇപ്പം വെച്ചിട്ട് നല്ല വെയിലാണ്. വെറുതെ ഒരു മഴ. നമ്മുടെ ചക്ക നമ്മളത് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കൊണ്ടുപോയിട്ട് ഇനി വറക്കാം. ഇത്രയേ ഞാൻ എടുത്തിട്ടുള്ളൂ, കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇതിന് എങ്ങനെ ഇത് വറുത്ത് വരുമ്പോൾ ഇത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടാകുന്നുണ്ട്. അത് നമുക്ക് കുറച്ചിട്ടൊന്ന് വറുത്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നത്. നന്നായി ചൂടാവട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ അത്യാവശ്യം നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം ഇട്ട് നോക്കാം. ഓക്കെ, വെളിച്ചെണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ നമുക്കൊരിത്തിരി തീ നമുക്ക് ഇത്തിരി ഒന്ന് കുറച്ച് വയ്ക്കാം. എന്നിട്ട് ചൂടായി നിൽക്കുവാണെങ്കിൽ വെളിച്ചെണ്ണ നമുക്ക് കുറച്ച് തീ ഒന്ന് കുറയ്ക്കാം. നമുക്കിനി ഒരു പിടി ഇട്ട് നോക്കാം കേട്ടോ. കുറച്ച് സ്ഥലത്ത് വെളിച്ചൊന്നുമില്ല. അപ്പം തന്നെ ഇളക്കരുതെന്ന് പറയാം.
വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുഴയണമൊന്നുമില്ല. ഒരു ചിൽ സൗണ്ട് ഉണ്ട്. തീ കുറച്ച് വെക്കാൻ, എനിക്ക് തീ ഇങ്ങനെ ആടി കത്തി പേടിയാവുക. ഏകദേശമായി തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് കരിഞ്ഞ് തുടങ്ങി. പൊടി എടുക്കാതെ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലോട്ട് നമുക്ക് കുറച്ച് ചെറുതായിട്ട് ഇതൊന്ന് കരിഞ്ഞു പോയി. ഞാൻ ആ ഉപ്പിൻ്റെ നീര് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഒക്കെ എടുത്ത് വെച്ചിട്ടാണെങ്കിൽ ശരി. കുറച്ച് ഉപ്പിൻ്റെ നീര് ഒഴിക്കണം. ഇത് അധികം നാളെ ഇരിക്കില്ല എന്നാ എൻ്റെ പെട്ടെന്ന് തന്നെ തിന്നാ കളേഴ്സ് പോകുന്നു പെട്ടെന്ന്. അധികം തീ പാടില്ല കേട്ടോ. നമ്മൾ ചക്ക വറുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമൊക്കെ തോന്നും, തീ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഗ്യാസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീ ഇങ്ങനെ സിമ്മിലിട്ട് വെച്ചിട്ട് അങ്ങനെ ഇതാക്കണം. ഈ അടുപ്പത്തൊക്കെ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ കാരണം ആദ്യത്തേൽ അതാണ് എനിക്ക് കരിഞ്ഞു പോകാനുള്ള ഇതെന്ന് തോന്നുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ അത് ആവുകയും ചെയ്തു. കാരണം അത്രയും ചൂട് വേണ്ടെന്ന് തോന്നുന്നു വെളിച്ചെണ്ണയ്ക്ക്. ചെറിയ ചൂടിൽ കിടന്നത് ഇങ്ങനെ നന്നായിട്ട് വെന്ത് വരണം വെളിച്ചെണ്ണയിൽ കിടന്നത്. കുഴപ്പമില്ല, ആദ്യത്തെ ട്രിപ്പ് കരിഞ്ഞു പോയാലും. പിന്നെ നീര് ഞങ്ങളുടെ അമ്മയൊക്കെ അങ്ങനെ ചെയ്യണ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ ഒഴിക്കും. എന്നിട്ട് ഇങ്ങനെ ചിരി സൗണ്ട് വരുന്നത് നമുക്കൊന്ന് ഇന്നും കൂടി ഫ്രൈ ചെയ്യാം. നമ്മുടെ ചക്ക വറുത്ത് കഴിഞ്ഞോണ്ടാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ചക്ക വറുത്ത വീഡിയോ കഴിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേമാതിരി ചക്ക വറുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം പോയി ചക്ക വാങ്ങിച്ചോ, അരിഞ്ഞോ, വേഗം പോയി വറുത്തോ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അത് വരയ്ക്ക് എല്ലാവർക്കും ചാച്ചാ ബാബായ്. മറക്കണ്ട, ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം. ചാച്ചാ.